തെലുഗു സൂപ്പർ സ്റ്റാർ ബാലയ്യ. പുള്ളിയുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ട്രോളായിട്ടും അല്ലെങ്കിൽ റീൽസിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. അതായത് ഭയങ്കര ഓവർ ദ ടോപ്പ് ആയിട്ടാണ് പുള്ളിയുടെ സിനിമകളെല്ലാം വരാറ്. അതായത് പാഞ്ഞു വരുന്ന ട്രെയിനിനെ ഒറ്റ കൈ കൊണ്ട് പിടിച്ചു നിർത്തുക പോലെയുള്ള കലാപരിപാടികളൊക്കെയാണ് പുള്ളിയുടെ സിനിമയിൽ അധികം ചെയ്യാറ്. അപ്പോ ഈയിടെ ബാലയ്യ പ്രശസ്തനായത് പുള്ളിയുടെ അഖണ്ഡ താണ്ഡവം എന്ന് പറഞ്ഞ പുള്ളിയുടെ ട്രെയിലർ പുള്ളി തന്നെ കണ്ടിട്ട് പുള്ളിക്ക് തന്നെ ഭയങ്കര ഒരു വാവ് ഫാക്ടർ, വാവ് കൊള്ളാലോ കിടിലൻ, വല്ലാത്തൊരു റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു പുള്ളിക്ക് ആ ഒരു ട്രെയിലർ കണ്ടപ്പോ. അതപ്പോ ആൾക്കാരെടുത്ത് ഭയങ്കരമായിട്ട് ട്രോളുന്നുണ്ടായിരുന്നു. അതായത് മലയാളത്തിലൊക്കെ അതിന്റെ കമന്റ് വായിച്ചാൽ നമ്മൾ ചിരിച്ച് ചിരിച്ച് വേറൊരു വഴിക്കാവും. അങ്ങനത്തെ കമന്റുകളാണ് വേറെ കുറെ മഹാന്മാര് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ശരിക്ക് ഇങ്ങനെ കോമാളിത്തരം കാണിക്കുന്ന ഒരു പുള്ളിയാണോ ശരിക്കും നമ്മുടെ ബാലയ്യ, അതായത് ബാലകൃഷ്ണ നന്ദമൂരി എന്ന് പറയുന്നത്? തെലുങ്കില് അല്ലെങ്കിൽ പുള്ളിയുടെ നാട്ടില് നമ്മുടെ ബാലയ്യനെ കാണുന്നത്, അവിടുത്തെ ഓഡിയൻസ് ബാലയ്യനെ കാണുന്നത് ഇങ്ങനെ തന്നെയാണോ? ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് പുള്ളിക്ക് ഇത്ര അധികം ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാവുന്നതും, ഇത്ര അധികം പുള്ളിയുടെ ഒട്ടുമിക്ക പടങ്ങളൊക്കെ എന്താ പറയാ, നുണ പറയരുതല്ലോ നമ്മൾ, അല്ലെ തെറ്റ് പറയരുതല്ലോ. പുള്ളിയുടെ ഒട്ടുമിക്ക പടങ്ങളൊക്കെ അവിടെ സൂപ്പർ ഹിറ്റ് ആണ്. നമുക്ക് മാത്രമാണ് ഇവിടെ ഇത് അൺഡൈക്കബിൾ ആയിട്ടുള്ള സാധനമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഇത് ഇരുമ്പിലൊക്കെ വിഴുങ്ങിയ പോലെ നമുക്ക് തോന്നുന്നത്. പുള്ളിയുടെ നാട്ടിൽ അങ്ങനെയല്ല. അപ്പൊ എന്തായിരിക്കും ബാലയ്യക്ക് ഇത്ര അധികം ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാവാനുള്ള ഒരു കാരണം? ഈ ഒരു പ്രശസ്തിക്ക് ഇത്ര അധികം ഫാൻസ് ഉണ്ടാവാന് പല കാരണങ്ങളുണ്ട് യഥാർത്ഥത്തില്. ഇപ്പൊ തെലുങ്ക് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു കുടുംബാധിപത്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഇപ്പൊ നമ്മൾ തമിഴിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും മലയാളത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നും ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാസ്റ്റ് ഗ്രൂപ്പിന്റെ കയ്യിലോ ഒന്നും അല്ല സിനിമ ഇൻഡസ്ട്രി മൊത്തത്തിലുള്ളത്. എന്നാൽ നമ്മൾ തെലുങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് നന്ദമൂരി ഫാമിലി, അക്കിനേനി, ദഗ്ഗുബാട്ടി, പിന്നെ അതേപോലെ തന്നെ അല്ലു കോണിട്ടേല, ഘട്ടമനേനി ഫാമിലി. ഇങ്ങനെ 5 ഫാമിലീസ് ആണ് മേജർലി തെലുങ്ക് സിനിമ ഇൻഡസ്ട്രീനെ എടുത്തോണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ കയ്യിലാണ് ഈ പറയുന്ന ഒരു ഇൻഡസ്ട്രി മൊത്തത്തിലുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഫാമിലിയാണ് നന്ദമൂരി ഫാമിലി എന്ന് പറയുന്നത്. നമ്മുടെ ബാലയ്യന്റെ പേരിനെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ബാലകൃഷ്ണ നന്ദമൂരി എന്നാണ് പുള്ളിയുടെ യഥാർത്ഥ പേര്. അത് മാത്രമല്ല, പുള്ളിയുടെ ഫാദറിന്റെ ലെഗസി, അതായത് NTR, അതായത് നമ്മുടെ നന്ദമൂരി താരക രാമറാവു എന്ന് പറയുന്ന TDPയുടെ ഒക്കെ തെലുങ്ക് ദേശം പാർട്ടിയുടെ ഒക്കെ സ്ഥാപകനായിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹമാണ് നമ്മുടെ നന്ദമൂരിയുടെ അല്ലെങ്കിൽ നമ്മുടെ ബാലയ്യയുടെ ഫാദർ എന്ന് പറയുന്നത്. ഈ NTR എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു 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 ഭീമൻ ഫിഗർ ആണ് ബേസിക്കലി ഈ തെലുങ്ക് ഇൻഡസ്ട്രിയിലാണ്. സിനിമ ഇൻഡസ്ട്രീനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും തെലുങ്ക് പൊളിറ്റിക്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും. അപ്പൊ ഈ TDPന്റെ അന്ന് സ്ഥാപിച്ചിട്ടുള്ള ആ TDPനെ ഇന്ന് ആരാണ് അതിനെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇന്ന് ഏത് പൊളിറ്റിക്കൽ അലയൻസിന്റെ ഭാഗമായിട്ടാണ് TDP ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയാലോ. ആ പൊളിറ്റിക്സ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു ലെഗസിയാണ് ഈ ഫാദറിന്റെ NTRന്റെ ആ ഒരു ലെഗസിയാണ് ബാലയ്യക്ക് ഇത്ര അധികം ഫോളോവേഴ്സ് ഉണ്ടാവാനുള്ള ഒന്നാമത്തെ കാരണമായിട്ട് ആളുകൾ പറയുന്നത്. ഇനി രണ്ടാമത്തെ കാരണമാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. നമുക്കറിയാലോ, നമ്മുടെ ഫിലിം സ്റ്റാർസ് ഒക്കെ സിനിമയിലെ ഹീറോകളായിരിക്കും നമുക്ക്, അല്ലെങ്കിൽ സിനിമയിൽ അവർ വലിയ ഹീറോകളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവര് ജീവിതത്തിൽ അവർ നമ്മുടെ ഹീറോ ആയിട്ട് മാറുമോ? ഇല്ല. എന്നാ നമ്മുടെ ബാലയ്യയുടെ കേസ് അങ്ങനെ അല്ല. ബാലയ്യയുടെ കേസിൽ ഇപ്പൊ ആന്ധ്രയിലാണെന്നുണ്ടെങ്കിലും തെലുങ്കാനയിലാണെന്നുണ്ടെങ്കിലും സിനിമയില് ഓവർ ദ ടോപ്പ് ചെയ്യുന്ന വില്ലന്മാരെയൊക്കെ അടിച്ചമർത്തുന്ന ഒരു ഹീറോ ആണ് ബാലയ്യ എന്നുണ്ടെങ്കിലും യഥാർത്ഥ ലൈഫില് ഈ തെലുങ്കാനയിലും അതേപോലെ തന്നെ ആന്ധ്രയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ബാലയ്യ എന്ന് പറയുന്ന റിയൽ ലൈഫിലും അവരുടെ ഹീറോ ആണ്. അതിന്റെ റീസൺ പുള്ളി ചെയ്യുന്ന ചാരിറ്റിയാണ്. അതായത് ഒരുപാട് ഹോസ്പിറ്റലുകൾ റൺ ചെയ്യുന്നുണ്ട് ഈ നന്ദമൂരി ഫാമിലി, എസ്പെഷ്യലി ബാലയ്യ എന്ന് പറയുന്നത്. ഇവിടെ പാവങ്ങൾക്ക് കൊടുക്കുന്ന ചികിത്സയും പാവങ്ങൾക്ക് പണമില്ലാതെ ചികിത്സിക്കാനുള്ള ഓപ്ഷനും എല്ലാം ഈ ബാലയ്യ നൽകുന്നുണ്ട്. അപ്പൊ ബാലയ്യ സ്ക്രീനിൽ എത്രത്തോളം ഹീറോ ആയിരിക്കുന്നോ അതേപോലെ തന്നെ റിയൽ ലൈഫിലും ആ നാട്ടുകാർക്ക് അങ്ങേര് ഹീറോ ആണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങേര് ഓവർ ദ ടോപ്പ് സ്ക്രീനിൽ സിനിമയിൽ എന്ത് തന്നെ ചെയ്തു വെച്ച് കഴിഞ്ഞാലും ആളുകൾക്ക് ആ ബാലയ്യ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ആണ്. ആ ബാലയ്യയുടെ ആ പെർഫോമൻസ് ആളുകൾ അത്ര അധികം എൻജോയ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്.
റീസൺ ആയിട്ട് വരുന്നത് റിയൽ ലൈഫിലും ബാലയ്യ അവർക്കൊരു ഹീറോ ആയി എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ഹോസ്പിറ്റലുകളിലൂടെയും പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ബാലയ്യ അവർക്കൊരു ഹീറോ ആണ് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു റീസൺ. ഇത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റീസണും. ഇനി മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ബാലയ്യയുടെ ഫാൻസ് ബേസിക്കലി ഒരു കേഡർ സിസ്റ്റം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അത് ബാലയ്യയുടെ ഫാൻസ് മാത്രമല്ല, അതിനകത്ത് TDPയുടെ ആളുകൾ കൂടെ ബാലയ്യയുടെ ഫാൻസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു കേഡർ സിസ്റ്റത്തിനെ ബാലയ്യക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാനും പറ്റി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഫാൻസിനെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ആക്ടർ കൂടെയാണ് നമ്മുടെ ബാലയ്യ എന്ന് പറയുന്നത്. അപ്പോ മാത്രമല്ല, ബാലയ്യയുടെ സിനിമകള് തെലുങ്കിലുള്ള ആളുകൾക്ക് ഒരു 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 ഉത്സവം പോലെയാണ്. അതായത് തിയേറ്ററിനകത്ത് കയറി ഒരു ഉത്സവ പറമ്പിൽ കയറി അർമാദിക്കുന്ന പോലെയാണ് ഇവർ യഥാർത്ഥത്തിൽ സിനിമേനെ കാണുന്നതും സിനിമേനെ ആസ്വദിക്കുകയും ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ബാലയ്യക്ക് ഇത്ര അധികം ഫോളോവേഴ്സ് ഉള്ളതും ബാലയ്യയുടെ സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇതിന് വേറൊരു റീസൺ കൂടെയുണ്ട്. അത് കുറച്ചും കൂടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു റീസൺ ആണ്. ഇപ്പൊ നരസിംഹം, അതേപോലെ തന്നെ വിഷ്ണുവിന്റെ അവതാരങ്ങൾ എന്നൊക്കെ പറയുന്നത് അത്രയും റിലീജിയസ് ആയിട്ടുള്ള, അത്രയും ഡിവോട്ടീസ് ആയിട്ട് ആളുകൾ കാണുന്ന ഒരു സാധനമാണ്. ബാലയ്യയുടെ സിനിമകളെല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നരസിംഹത്തിന്റെ ഒരു അവതാരം പോലെ, അല്ലെങ്കിൽ അത്രയും റിലീജിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ ഭക്തിയോടെ കാണുന്ന രീതിയിൽ തിന്മയെ അടിച്ചമർത്താനായിട്ട് വരുന്ന ഒരു അപരാധം പോലെയാണ് യഥാർത്ഥത്തില് ഈ ബാലയ്യയുടെ പല ക്യാരക്ടറുകളും ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ അഖണ്ഡ എന്ന് പറയുന്ന സിനിമ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതും ബാലയ്യയുടെ സിനിമകൾ അല്ലെങ്കിൽ ഇത്ര അധികം ഒരു അക്സെപ്റ്റൻസ് കിട്ടാനുള്ള ഒരു കാരണം കൂടിയാണെന്നുള്ളതാണ്. ഇപ്പോ നേരത്തെ പറഞ്ഞ വേറൊരു റീസൺ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് ചന്ദ്രബാബു നായിഡുവിന്റെ TDP എന്ന് പറയുന്ന പാർട്ടീനെ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ NTR ആണ്. അപ്പൊ അതിന്റെ ഒരു ലെഗസി കൂടെ ബാലയ്യ യഥാർത്ഥത്തിൽ വഹിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ TDPയുടെ ചന്ദ്രബാബു നായിഡുവിന്റെ വൈഫ് യഥാർത്ഥത്തിൽ ബാലയ്യയുടെ പെങ്ങളാണ്. ഈ പെങ്ങടെ മോനാണ് യഥാർത്ഥത്തിൽ ഈ പെങ്ങടെ മോനാണ് ശരിക്കും ബാലയ്യയുടെ മകളെ കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോ ഈ ബാലയ്യ ഫാമിലി അല്ലെങ്കിൽ ബാലയ്യയുടെ നന്ദമൂരി ഫാമിലി എന്ന് പറയുന്നത് സിനിമേനെയും പൊളിറ്റിക്സിനെയും ഒരേപോലെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫാമിലി കൂടിയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള റീസണുകളുള്ള ഇത്ര അധികം പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബാലയ്യ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മനുഷ്യനെയാണ് നമ്മൾ കേരളത്തിൽ ഇരുന്നിട്ടും അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ആളുകളൊക്കെ പുള്ളീനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ കോമഡി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് തമിഴ്നാട്ടിലുള്ള ആളുകള് ബാലയ്യയുടെ ഇത്തരം സിനിമകൾ എടുത്തിട്ട് ട്രോളുന്ന സമയത്ത് തിരിച്ച് തെലുങ്കിലുള്ള ആളുകള് നമ്മുടെ വിജയിന്റെയും അതേപോലെ തന്നെ അത്തരം ആളുകളിലേക്ക് ഇതേപോലത്തെ വരുന്ന സിനിമകൾ എടുത്ത് വീണ്ടും തിരിച്ച് ട്രോളാറുണ്ട് എന്നുള്ളതും ഇതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഫാൻസ് അസോസിയേഷൻസിന്റെ യൂട്ടിലൈസേഷൻ ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കേഡർ സിസ്റ്റം പോലെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ പറ, യഥാർത്ഥത്തിൽ ബാലയ്യനെ നമ്മളൊരു കോമാളിയായിട്ടാണോ കാണണ്ടേ? അല്ല. യഥാർത്ഥത്തിൽ അങ്ങേര് ഇങ്ങനെ കോമാളിത്തരൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടെ അങ്ങേര് യഥാർത്ഥത്തിൽ ഒരു കോമാളിയല്ല. അങ്ങേര് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. സിനിമക്കകത്ത് ഈ നമുക്ക് മമ്മൂട്ടി മോഹൻലാലൊക്കെ സിനിമയിൽ സ്ക്രീനിലാണ് ഹീറോ, റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് അവരെല്ലാരും ആ റേഞ്ചിൽ ഹീറോ ആയിട്ടുള്ള ആൾക്കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് എന്റെ അഭിപ്രായം. എന്നാ നമ്മുടെ ബാലയ്യനെ കുറിച്ച് തെലുങ്കിലുള്ള ആളുകൾക്ക് അങ്ങനെയല്ല. സിനിമയിൽ ഇങ്ങനെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തുള്ള ഹീറോ ആണ് അങ്ങേർക്ക് റിയൽ ലൈഫിൽ എന്നുള്ളതാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ചാരിറ്റിയാണ് ഈ പറയുന്ന ബാലയ്യ അല്ലെങ്കിൽ നന്ദമൂരി ഫാമിലി അവിടെ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ ഒരാളുടെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു എന്താ പറയാ പെർഫോമൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്ന ഏതെങ്കിലും ഒരു കാര്യം, ഒരു റീലോ കാര്യങ്ങളൊന്നും വെച്ചിട്ട് നമുക്ക് ആരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അളക്കാൻ പറ്റത്തില്ല, ആരെയും നമുക്ക് കളിയാക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ശരിക്ക് ബാലയ്യ അല്ലെങ്കിൽ ബാലകൃഷ്ണ നന്ദമൂരി എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു ബിഹൈൻഡ് സ്റ്റോറി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളും കൂടെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് നമ്മുടെ ബാലയ്യ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങേർക്ക് റിയൽ ലൈഫിൽ അങ്ങേർക്ക് ഒരു ഹീറോ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ
സിനിമക്കകത്ത് അങ്ങേർക്ക് പറന്നടിക്കുന്ന മറ്റൊരു ഹീറോ ആയിട്ട് മാറാൻ പറ്റും എന്നുള്ളതും കൂടിയാണ്.